പ്രിയമുള്ളവരെ നമസ്കാരം. മുസ്തഫ കുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം നാൾക്ക് നാൾ ശക്തിയാർജിച്ചു വരികയാണല്ലോ. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ആരാണ്? ഇറാനാണോ അതോ ഇസ്രായേലാണോ? ഇസ്രായേലിനെ ഇറാൻ വിഴുങ്ങിക്കളയുമെന്നാണ് നാൾക്ക് നാൾ വരുന്ന വാർത്തകളിൽ നിന്ന് തോന്നുന്നത്. ഒരു ഇസ്രായേലി പത്രപ്രവർത്തകനായ അലോൺ മിസ്രാഹിയുടെ വരികളിൽ നിന്ന് ഉദ്ധരിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നു, നമ്മൾ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ സൈനിക താവളങ്ങളെ അത്രത്തോളം സമഗ്രമായും വൻതോതിലും ദൃഢനിശ്ചയത്തോടെയുമാണ് ഇറാൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം ഇതിന് തയ്യാറെടുത്തിരുന്നില്ല. ഇറാൻ വെറും 4 ദിവസത്തിനുള്ളിൽ മേഖലയിലെ സൈനിക മേധാവിത്വം വിപുലീകരിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയതും ചിലവേറിയതുമായ സൈനിക താവളങ്ങളും വസ്തുവകകളും ഉപകരണങ്ങളും ഇറാൻ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രങ്ങളിൽ ചിലതാണ്. ദശകങ്ങളായി ട്രില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ചാണ് ഇവ നിർമ്മിച്ചത്. 30-ലധികം വർഷത്തെ സൈനിക ചെലവുകൾ പാഴായിപ്പോയി എന്നാണ് നമ്മൾ പറയുന്നത്. ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന റഡാറുകൾ നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. സൈനിക താവളങ്ങളെല്ലാം ഉപേക്ഷിക്കപ്പെട്ടതായും കത്തിക്കപ്പെട്ടതായും കൊള്ളയടിക്കപ്പെട്ടതായും തകർക്കപ്പെട്ടതായും നമ്മൾ കാണുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ അറിവിൽ പേൾ ഹാർബർ ഒഴികെ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു നാശം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അത് വെറുമൊരു ആക്രമണം മാത്രമായിരുന്നു. ഒരു പരമ്പരാഗത യുദ്ധത്തിൽ മറ്റൊരു ശത്രുവും ഇറാൻ ഇപ്പോൾ അമേരിക്കൻ സൈനിക ശക്തിയോട് ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് വിശ്വസിക്കാൻ പ്രയാസമാണ്. സൈനിക സാഹചര്യം അത്രമേൽ ഗുരുതരമാണ്. അതിനാൽ സെൻസർഷിപ്പ് ഈ യുദ്ധത്തെക്കുറിച്ചുള്ള മിക്കവാറും എല്ലാ പുതിയ വിവരങ്ങളും തടയുകയാണ്. ശ്രദ്ധിച്ചാൽ കാണാം, ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കുറഞ്ഞു വരികയാണ്. 35 വർഷം മുമ്പ് ആദ്യത്തെ ഇറാഖ് യുദ്ധ സമയത്ത് ഇറാഖിൽ നിന്നുള്ള എണ്ണമറ്റ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അന്ന് സ്മാർട്ട് ബോംബുകളും ക്യാമറകളും പുതിയ കാര്യമായിരുന്നു. എങ്കിലും എല്ലാ രാത്രിയിലും രാത്രികാല ദൃശ്യങ്ങൾ കാണിക്കുമായിരുന്നു അവർ. എന്നാൽ ഇപ്പോൾ നമുക്ക് വീഡിയോകൾ ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. ഇതൊന്ന് മനസ്സിലാക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയെന്നും ഏറ്റവും വലിയ വ്യോമസേനയുമുള്ള രാജ്യമെന്നുമാണ് അമേരിക്ക അറിയപ്പെടുന്നത്. ഇറാൻ പ്രതിരോധം അമേരിക്ക തകർത്തു എന്ന് പറയപ്പെടുന്ന ഇത്രയും ദിവസമായിട്ടും ഇറാന്റെ ആകാശത്ത് അമേരിക്കൻ മേധാവിത്വത്തിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. ടെഹ്റാനിലോ ഇറാന്റെ മറ്റേതെങ്കിലും ഭാഗത്തോ പറക്കുന്ന നമ്മുടെ വിമാനങ്ങളുടെ വീഡിയോ റെക്കോർഡുകൾ എവിടെയാണ്? അമേരിക്കൻ സൈനികർക്ക് ഇറാൻ മണ്ണിൽ കാലുകുത്തുന്നത് സ്വപ്നം കാണാൻ പോലും കഴിയുകയില്ല. ഈ യുദ്ധം എത്രത്തോളം പ്രതീക്ഷയില്ലാത്തതാണെന്ന് മനസ്സിലാക്കാൻ ട്രംപ് ഭരണകൂടത്തിൽ നിന്നുള്ള ഏറ്റവും വിചിത്രമായ നിർദ്ദേശങ്ങൾ മാത്രം കേട്ടാൽ നമുക്ക് മനസ്സിലാവും. പേർഷ്യൻ ഗൾഫിൽ നിന്ന് പുറപ്പെടുന്ന ഓയിൽ ടാങ്കറുകൾക്ക് സൈനിക അകമ്പടി നൽകാനാണ് അവർ നിർദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? ആയിരക്കണക്കിന് ഇറാൻ മിസൈലുകളുടെ പ്രഹര പരിധിയിലേക്ക് അമേരിക്കൻ കപ്പലുകളെ അയക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെ ആർക്കും കടന്നു പോകാൻ കഴിയില്ല. ഇറാനികൾ പതിറ്റാണ്ടുകളായി ഇതിനായി തയ്യാറെടുക്കുകയാണ്. കുർദിഷ് മിലീഷ്യകളെ ആയുധമണിയിച്ച് ഇറാൻ പിടിച്ചെടുക്കുമെന്ന ആശയം ചിലർ മുന്നോട്ട് വെക്കുന്നു. എന്ത് വിഡ്ഢിത്തമാണിത്? നിങ്ങൾ ഇറാന്റെ ഭൂപടം കണ്ടിട്ടുണ്ടോ? ട്രംപ് ഭരണകൂടം ഇറാന്റെ മാപ്പ് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അത് എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇറാനെ അധിനിവേശം ചെയ്യുക എന്നാൽ എന്താണെന്ന് അറിയാമോ? 10,000 പേരുള്ള ഒരു മിലീഷ്യക്ക് ഇറാനെ കീഴടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ 50,000 അതോ 1,00,000? ഇറാൻ അവരെ വിഴുങ്ങിക്കളയും. അമേരിക്കയും ഇസ്രായേലും ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കക്കും ഇസ്രായേലിനും ദശലക്ഷക്കണക്കിന് സാധാരണക്കാരായ അവരുടെ വീടുകളിൽ വെച്ച് കൊല്ലാം. അവർക്ക് ശക്തമായ ബോംബുകളുണ്ട്. കെട്ടിടങ്ങൾ തകർക്കാനും കഴിയും. പക്ഷേ അവർക്ക് യുദ്ധം ജയിക്കാനാവില്ല.
ഇറാന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും ആയുധങ്ങളും ഇറാന്റെ എല്ലായിടത്തും ഭൂമിക്കടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കക്കാർക്കോ പ്രത്യേകിച്ച് ഇസ്രായേലുകൾക്കോ അവയിൽ എത്താൻ ഒരു സാധ്യതയുമില്ല. അവർ അത്രയും മോശം അവസ്ഥയിലാണ്. തുടങ്ങിയ ജോലി പൂർത്തിയാക്കാൻ അവർക്ക് കഴിയില്ല. ഇതെല്ലാം അവസാനിക്കുമ്പോൾ അമേരിക്ക ഒരിക്കലും പടിഞ്ഞാറൻ ഏഷ്യയിലേക്ക് മടങ്ങി വരില്ല. അമേരിക്കൻ സാന്നിധ്യം അവരെ രക്ഷിക്കില്ല. ഇത് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു. പാവം, അയാൾ വിഹ്വലതകൾ പങ്കുവെച്ചതാണ്. അമേരിക്കയെയും ഇസ്രായേലിനെയും തോൽപ്പിക്കാനാവില്ലെന്ന് ഓരോ ഇസ്രായേലുകാരനെയും പോലെ അയാൾ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. മിസ്റ്റർ ട്രംപ് പോലും പരാജയപ്പെട്ട ഗുണ്ടാ തലവന്റെ വീരവാദങ്ങൾ പോലെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും മിഡിൽ ഈസ്റ്റ് ഈ തെമ്മാടികളിൽ നിന്ന് രക്ഷ നേടും. ഇല്ലെങ്കിലും കരകയറാനാകാത്ത തരത്തിൽ നാശത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന ജനത നെതന്യാഹു എന്ന ചെകുത്താനെ നിർത്തി കത്തിക്കും. നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.